സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാലാണ്. സാർ സ്വാഗതം. പറഞ്ഞു സാർ, ഏതാണ്ട് ഒരു മാസത്തോളം BJP ഭരണകൂടത്തെ ഇക്ഷ ഇണ്ണ ഇറ വരപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന അഭിജിത് ദീപ്കെ, അദ്ദേഹം മുൻ ആം ആദ്മി പാർട്ടി അതിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു. ഇപ്പോൾ വലിയൊരു സംശയം, ഇദ്ദേഹം ഇത്ര വലിയ ഒരു പ്രക്ഷോഭമൊക്കെ നടത്തിയ ആളെന്ന നിലയിൽ അതിന് പഞ്ചാബിൽ ഒരു സ്കോപ്പ് ഉണ്ടാകാൻ പോകുന്നുവെന്ന് പറയപ്പെടുന്നു. ആം ആദ്മി പാർട്ടി പഞ്ചാബ് ഇപ്പോൾ ആ സംസ്ഥാനം ഭരിക്കുന്ന പഞ്ചാബാണ്. അവിടെ ഭഗവത് മാൻ ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയാണ്. നിലവിൽ ആം ആദ്മി പാർട്ടിക്ക് അവിടെ വലിയൊരു പ്രതിച്ഛായ ഭംഗമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവിടുത്തെ പല MP-മാരും മറുകണ്ഠം ചാടി BJP-യിലേക്ക് പോയി. അപ്പോൾ അടുത്ത തവണയും ഭരണം പിടിക്കാൻ വേണ്ടി ഈ അഭിജിത് ദീപ്കെ പോലെയുള്ള പുതിയ അവതാരങ്ങളെ അവിടെ പ്രതിഷ്ഠിക്കുമെന്ന് കേൾക്കുന്നു. വാസ്തവമാണോ? പ്രേമൻ ആദ്യം പറഞ്ഞ ഉപമയും അതിനകത്തിലെ ആ ഡയലോഗ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇക്ഷ ഇണ്ണ ഇറ മരപ്പിച്ചെന്നോ മോദിയെയോ? അവസാനം ഇന്നസെന്റ് എന്താണ് കിലുക്കം സിനിമയിൽ അവസാനം പറയുന്നത്? എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞാണ് ഓടി വന്നത് അല്ലേ? ആദ്യമൊക്കെ അങ്ങനൊക്കെ പറയാൻ പ്രേമ. ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, നമുക്കിതിന് അധികാരവും അല്ലെങ്കിൽ ചില കുറെ ആൾക്കൂട്ടമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പറയാം. പക്ഷെ അത് ക്ലൈമാക്സ് വരട്ടെ. ആർക്കാണ് വിശക്കുന്നത്, എന്നെ തിരിച്ചെടുക്കണേ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആരാണെന്ന് നമുക്ക് കാണാം. പക്ഷെ ഇതിനകത്തിലെ പ്രേമൻ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ ഭാഗ്യമായിട്ട് സമ്മതിക്കുന്നുണ്ട്. അഭിജിത്ത് ഒരു വലിയ താരമായിട്ട് മാറിയിട്ടുണ്ട് ഇതിനകത്തില്. അത് പറഞ്ഞില്ലേ, വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോയതാണ്. ആപ്പിന്റെ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമുകൾ. അല്ല സാർ, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. ആം ആദ്മി പാർട്ടിയുടെ ഒരു മുൻ താരം ഇപ്പോൾ എവിടെയായി? ഇപ്പോൾ രാജീവ് ഛദ്ദ, അദ്ദേഹം ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനകൾ, പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ട് കോരിത്തരിച്ചതാണ്. ഇപ്പൊ അദ്ദേഹം എവിടെ നിൽക്കുന്നു? അതുപോട്ടെ, ഈ സാക്ഷാൽ കേജ്രിവാൾ തന്നെ എന്ത് ചെയ്യും പ്രേമ? അണ്ണാ ഹസാരെ കഴിഞ്ഞാൽ കേജ്രിവാൾ എന്നാണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെന്ത് ചെയ്യും? അദ്ദേഹം തന്നെ എന്ത് ചെയ്യപ്പെടും? അപ്പൊ അതാണ് അവരുടെ ആപ്പിന്റെ സ്ഥിതി. ഇപ്പൊ അതാണ്. പിന്നെ ആപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ് കിട്ടിയ ഒരു വിക്കറ്റ്, അല്ലെ വീണ് കിട്ടിയ ഒരു താരം എന്നുള്ള നിലയിൽ ഞാൻ ഈ അഭിജിത്തിനെ സമ്മതിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ വിദേശത്തിരുന്ന് ഇപ്പൊ അങ്ങനെയാണല്ലോ, മറ്റു പ്രവർത്തനങ്ങളൊന്നും വേണ്ട. പണ്ടത്തെ പോലെ റോഡിൽ നടന്ന് അടികൊള്ളുകയോ പിന്നെ മുദ്രാവാക്യം വിളിക്കുകയോ സർക്കാരിനെതിരെ പോസ്റ്റർ ഒട്ടിക്കുകയോ പോലീസുകാരായിട്ട് ഏറ്റുമുട്ടുകയോ ഒന്നും വേണ്ട അല്ലെ. ഒരു നല്ല ഒരു ഫോൺ മതി, ഒരു സ്മാർട്ട് ഫോൺ ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും പ്രേമനും വേണമെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ടൊക്കെ സംഘടിപ്പിക്കാം അല്ലെ. നമുക്ക് കുറച്ച് കഴിവ് മതി, സാങ്കേതികമായിട്ട് കുറച്ച് പരിജ്ഞാനമൊക്കെ മതി ഇത്തരം കാര്യങ്ങളിൽ. അങ്ങനെ സംഘടിപ്പിച്ചൊരു സാധനമാണ്. ആഞ്ഞു തള്ളിയാ മതി. ആഞ്ഞു തള്ളി കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐഡിയ ഒക്കെ, ഒരു വിഷ്വൽ എഫക്ട് ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കത്തക്ക പോലെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു പാറ്റാ പാർട്ടിന്നോ കൂറ പാർട്ടിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറയുമോ? അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞ ആം ചെയർ ജേർണലിസം എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. കസേരയിൽ ഇരുന്നുകൊണ്ടുള്ള പത്രപ്രവർത്തനം എന്ന് പറഞ്ഞതുപോലെ ഒരു ആം ചെയർ രാഷ്ട്രീയമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ട് വിയർപ്പില്ലാതെ, ഒരു അധ്വാനത്തിന്റെ ഒരു ഭാരവും ഇല്ലാതെ നിങ്ങൾക്ക് വലിയ നേതാവാകും. അത് ഒരു ദിവസം കൊണ്ട് ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങളൊക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇതിലേക്ക് കയറി വരാം. അങ്ങനെ നിങ്ങൾ വലിയൊരു നേതാവാകും. അങ്ങനെ നേതാവായ ഒരു പയ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണ് ഈ അഭിജിത്ത് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ എന്ത് പശ്ചാത്തലമാണ്? അഭിജിത്തിനെ നമുക്കാർക്കും അറിഞ്ഞുകൂടാണ്. അന്ന് ഡൽഹിയിലെ ആപ്പിന് വേണ്ടി സർവീസുകൾ ചെയ്യുന്ന സമയത്ത് ഇയാളെ കുറിച്ച് അങ്ങനെ വലിയൊരു അറിവില്ല. പക്ഷേ ഈ കോക്രോച്ച് പാർട്ടി ഉണ്ടായ സമയത്താണ് നമ്മൾ ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് അറിയുന്നത്. ഇങ്ങനെ ഒരാളുണ്ട്. അപ്പൊ അയാളൊരു കോക്രോച്ചിന്റെ പടമൊക്കെ വെച്ചിട്ട് ഒരു സാധനമൊക്കെ ഉണ്ടാക്കി CJP എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കുന്നു. ഇവിടുത്തെ ഇന്ത്യയിലെ കുട്ടികളെല്ലാം അതിന്റെ പുറകിന് പോകുന്നു. നമുക്കറിയാവുന്നവർ ഇന്ത്യയിലെ കുട്ടികളൊന്നും അല്ല പോയത്. അതിനകത്തിന് അതിന് വിദേശത്തുണ്ടായിരുന്ന ചില ആളുകളുടെ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അത് ഏതാണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഏതാണ്ട് 10,000-ഓളം 20,000-ഓളം ഇത്തരം അക്കൗണ്ടുകൾ കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റ് പാകിസ്ഥാൻ ലിങ്ക്ഡ് ആയിട്ടുള്ള കുറെ അക്കൗണ്ടുകൾ കൂട്ടിയിട്ടുണ്ട്. ഇനി വിദേശത്ത് എവിടെ നിന്ന്, ചൈനയുടെ ഒന്നും അറിയത്തില്ല, ചൈനയുടെയും മറ്റ് രാജ്യങ്ങളുടെ കണക്കുകളൊക്കെ വരാനുണ്ട്. പാകിസ്ഥാൻ ലിങ്ക്ഡ് ആയിട്ടുള്ള 20,000-ഓളം വ്യാജ അക്കൗണ്ടുകൾ പിടിച്ചിട്ടുണ്ട്. ഈ ഇയാൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ഇംഗ്ലീഷ് ഇത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അടിസ്ഥാനപരമായൊരു സംശയം തോന്നും. ഈ അഭിജിത് ദീപ്കെ എന്ന് പറയുന്നയാൾ, അദ്ദേഹം രൂപീകരിച്ച പാറ്റാ പാർട്ടി CJP ഇപ്പോൾ ഈ സമരം അവർ വിജയിച്ചു എന്ന് തന്നെ അവകാശപ്പെടാതെ അവരുടെ വാദത്തിന് അംഗീകരിക്കുന്നത് തന്നെ വെക്കട്ടെ. ഇതിൻ്റെ ക്രെഡിറ്റ് CJPക്കാണല്ലോ കിട്ടുന്നത്. ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ എന്താ റോള്? പിന്നെ ഈ അഭിജിത് ദീപ്കയെ ആം ആദ്മി പാർട്ടി എന്തിനാണ് ഇപ്പോൾ ഏറ്റെടുക്കാൻ വരുന്നത്? അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു പാർട്ടി അല്ല.
ഈ CJP എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ല പ്രേമൻ, അതൊരു ആൾക്കൂട്ടമാണ്. അതിന് പ്രത്യേകിച്ച് സംഘടനാ രൂപങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അവര് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. ആ കൂട്ടായ്മ മാത്രമേ അതാകുന്നുള്ളൂ. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനങ്ങളുടെയോ പിന്നെ നയപരമായ കാര്യങ്ങളൊന്നും അതിനകത്തിരില്ല. അപ്പൊ അതിന്റെ മുൻപന്തിയില്, ആ കൂട്ടായ്മയ്ക്ക് മുൻപന്തിയിൽ നിന്നുകൊണ്ട് വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ വന്നിറങ്ങി വലിയ രാജ്യോചിതമായ സ്വീകരണത്തോടുകൂടി ജന്തർ മന്ദറിലേക്ക് പോയ, ഇപ്പോഴും ഇന്നും ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സമയത്തും അതിന്റെ മുമ്പിൽ നയിച്ച ആളാണ്. പിന്നെ ബർഗർ തിന്നാനൊന്നും പോയില്ല. അതിനകത്തിലെ മറ്റു കുട്ടികളെ കണ്ടില്ല, നേതൃസ്ഥാനത്തു നിന്നുള്ളവന്മാര് ഒന്നുകിലെ AC റൂമിലെ കൂടി പോവുക, അല്ലെങ്കിൽ ഒരു ബർഗർ കഴിക്കാനായിട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള അതാണ് അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ അതെന്ന് പറയുന്നത്. പക്ഷെ അഭിജിത്ത് അതിന്റെ കൂടെ മുമ്പിൽ ഉറച്ചു നിന്നിരുന്നു. അഭിജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അത് നടന്നത്. അപ്പൊ അതുകൊണ്ടാണ് അഭിജിത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ പിന്നെ ആപ്പിൽ തന്നെയാണ് അഭിജിത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വാധീനം കിട്ടാവുന്നത്. അല്ല, അപ്പോഴും സംശയം തീരുന്നില്ല. അപ്പോഴും സംശയം തീരുന്നില്ല സാർ. കാര്യം അതിന്റെ സ്ഥാപക നേതാവായ കെജ്രിവാൾ, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം അഴിമതി കേസിൽ പ്രതിയാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വലങ്കയായ സിസോദിയ സമാനമായ അഴിമതി കേസിൽ, ബാർ ലൈസൻസ് അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹവും ജയിലിലാകപ്പെടുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഭാവി വാഗ്ദാനങ്ങളിൽ നിന്ന് കരുതപ്പെട്ട ചദ്ദയടക്കമുള്ളവർ ആ പാർട്ടി വിടുന്നു. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടിക്ക് ഇനി എന്താണ് പ്രസക്തി? ഇപ്പോൾ പഞ്ചാബിൽ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയില്ല. അവിടെ ഇനിയും ഒരു സാധ്യത ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടോ വാസ്തവത്തിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ? തീർച്ചയായിട്ടും ഉണ്ട് പ്രേമൻ, ഉണ്ട്. എന്നെ ഞാൻ കാരണം പറഞ്ഞുതരാം. പ്രേമം പറഞ്ഞതുപോലുള്ള ആപ്പിന്റെ ദേശീയ നേതാക്കന്മാരെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു. അവർക്കാർക്ക് ഇനി ഒരു പുനർജന്മം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ രാഘവ് ചദ്ദയായിരുന്നു അതിനകത്ത് വളരെ പ്രോമിനന്റ് ആയിട്ട് നിന്നത്. അദ്ദേഹം 7 MP നേരത്തെ തന്നെ ചാടിക്കഴിഞ്ഞു. അപ്പൊ പഞ്ചാബിൽ സിഗ്നൽ വന്നു തുടങ്ങി. അതായത് പഞ്ചാബിൽ 2027 തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പൊ നിലവിൽ അവിടെ ആപ്പാണ് ഭരിക്കുന്നത്. ആപ്പിന്റെ മുഖ്യമന്ത്രിയാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം, പക്ഷെ ആ ഭഗവന്ത് മാനിന്റെ പ്രശ്നം എന്താണ്? ഭഗവന്ത് മാനിന് ഒരിക്കലും ഉറയ്ക്കാൻ പറ്റുന്നില്ലെന്നാണ്. കാലുറയ്ക്കുന്നില്ല. ഞാൻ കാലുറയ്ക്കുന്നില്ല എന്നൊരു ഇൻവേർട്ടർ കൊമാല പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. സന്ദർഭങ്ങളിൽ കാലുറയ്ക്കാത്തൊരു നേതാവാണെന്നാണ് പറയുന്നത്. നിയമസഭയിൽ ഇരുന്നപ്പോ പ്രത്യേകിച്ചു ഒന്നും കേൾക്കുന്നു. നിയമസഭയിൽ വെച്ച് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് കാലുറയ്ക്കുന്നില്ല, എന്തോ മരുന്ന് കഴിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമാണ് പറയുന്നത്. പക്ഷേ സിഖ് ദൈവങ്ങളെ പരസ്യമായിട്ട് കളിയാക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുമ്പോഴും അതെങ്ങനെയാണ് കാലുറയ്ക്കാതെ വരുന്നത്? അത് മരുന്ന് കഴിച്ചതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് അല്ലെ? പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം സിഖ് മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവാധിപത്യ രാജ്യമാണത് അല്ലെ? ഒരു രാജ്യത്തിന് വേണ്ടി അതിനെയാണല്ലോ ഖലിസ്ഥാൻ മൂവ്മെന്റ് തന്നെ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന അവരുടെ ദൈവങ്ങളെ പറഞ്ഞതുപോലെ അധിക്ഷേപിക്കുക, അതിനെതിരെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുക, ഇതൊക്കെ ഏത് അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്യുന്നതാണ്? പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നുണ്ട്. ഒരു സിഖുകാരനായതുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നുണ്ട്. ആപ്പിന്റെ ഇതാണ് അല്ലെ? ആപ്പ് അതായത് കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പിടിച്ചതാണ് വരുന്നത്. പണ്ട് കോൺഗ്രസിന് ശക്തി കേന്ദ്രമായിരുന്നില്ല. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന സ്ഥലമായിരുന്നു. BJPക്ക് അവിടെ വലിയ ശക്തി ഒന്നും ഇല്ല. അതേപോലെ ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്ന ഡൽഹി ഇപ്പൊ BJPയുടെ കയ്യിലാണ്. ഇപ്പോ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ശക്തമാണെങ്കിൽ വലിയ താമസമില്ലാണ്ട് അതിലൊരു തീരുമാനമാവും. ഞാൻ തന്നെ പറഞ്ഞു വരുന്ന പ്രേമ. എന്നിട്ട് പോലും ഈ കാലുറയ്ക്കാത്തൊരു മുഖ്യമന്ത്രിയെ കൊണ്ട് പോലും ആപ്പ് ഭരിച്ചിട്ടും, രാഘവ് ചദ്ദയെ പോലെയുള്ള ആളുകളെ 7ഓളം MP BJPയിലേക്ക് മാറിയിട്ടും, അവിടുത്തെ വാണിജ്യ വ്യവസായ GST വകുപ്പ് മന്ത്രിയെ ഈ അടുത്ത സമയത്ത് കൈക്കൂലി കേസ്, അഴിമതി കേസിൽ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ED അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചു പേരുടെ ലിസ്റ്റിനകത്ത് വരുന്നുണ്ടെന്ന് പറയുന്നു. ഇത്രയൊക്കെ സമ്മർദ്ദം ഉണ്ടായിട്ടും കഴിഞ്ഞ തവണ ഈ ഒരു 2 മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നോക്കുക പ്രേമ. അവിടെ ആരാണ് കൂടുതൽ സീറ്റ് നേടിയത്? അവിടുത്തെ ഏതാണ്ട് 1800ഓളം സീറ്റുകളിൽ 1000ഓളം സീറ്റുകൾ കിട്ടിയിരിക്കുന്നത് ആപ്പിനാണ്. അവിടെയാണ് നമ്മൾ അതിന്റെ രാഷ്ട്രീയം ശ്രദ്ധിക്കേണ്ടത്. കോൺഗ്രസ് 2ാം സ്ഥാനത്തേ ഉള്ളൂ. കോൺഗ്രസിന് ഏതാണ്ട് 750-800 സീറ്റേ കോൺഗ്രസിന് കിട്ടിയുള്ളൂ ടോട്ടല്. BJPക്കാണ് കുറച്ചൊരു വളർച്ച. BJPക്ക് ഏതാണ്ട് 200-230 സീറ്റേ BJPക്ക് ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അപ്പൊ അതാണ് നമ്മൾ ആ രാഷ്ട്രീയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ആപ്പിന് ഇനിയും പ്രൊജക്ട് ചെയ്യാൻ ദേശീയ തലത്തിൽ മറ്റൊരു നേതാവില്ല. ഈ ഭഗവത് മാനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അത് എങ്ങനെ അദ്ദേഹത്തെ അതിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. അല്ലെങ്കിൽ മാനിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അഭിജിത്ത് പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഫാക്ടറായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
നമ്മുടെ ഒരു വിലയിരുത്തലാണ്. വലിയ താമസമില്ലല്ലോ. അവിടെ ഇനിയിപ്പോ 6, 7, 8 മാസത്തിനകം തെരഞ്ഞെടുപ്പിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ആവുകയാണ്. എത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. BJP കഴിഞ്ഞ ദിവസം തന്നെ, കഴിഞ്ഞ ആഴ്ച തന്നെ കണ്ടില്ലേ, പ്രധാനമന്ത്രി പോയത് കണ്ടില്ലേ? സിഖ് തലപ്പാവും ഒക്കെ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി തന്നെ. കാരണം അവർ ലക്ഷ്യമിടുകയാണ്. പശ്ചിമ ബംഗാളിന് ശേഷം പ്രധാനമന്ത്രി BJP ലക്ഷ്യമിടുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. എന്ത് വന്നാലും ഇപ്രാവശ്യം പഞ്ചാബ് തിരിച്ചു പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണ്. അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം അവിടെ ഒരു പ്രതിപക്ഷ കക്ഷിയെങ്കിലുമായിട്ട് മാറാനുള്ള ശ്രമം നടക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ സംഘടനാ ശേഷി അവിടെ വളരെ ദുർബലമാണ്. പക്ഷേ അവിടെ ചില ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളുടെ കളി നടക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ പഞ്ചാബിലെ ഏറ്റവും വലിയ പ്രശ്നം നിൽക്കുന്നത്. നമ്മൾ ഇതിനെല്ലാം ചേർത്ത് വായിക്കണം. ഈ അഭിജിത്ത് അമേരിക്കയിൽ വിദേശത്തിരുന്നു കൊണ്ട് ചെയ്യുന്ന ഓപ്പറേഷൻസിനെ നമ്മൾ അതുമായിട്ട് ലിങ്ക് ചെയ്യണം. അല്ലാതെ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ റിസോഴ്സസ് എവിടുന്ന് ഇയാൾ സമ്പാദിക്കുന്നു, ഇത്രയേറെ ആരാധക ബന്ധത്തെ. എന്തായാലും പണം വേണമല്ലോ. പണമില്ലാതെ ഈ പരിപാടികളൊന്നും നടക്കത്തില്ല. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പൊതുയോഗം സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഞാനോ പ്രേമനോ പോയി ഒരു ചെറിയ മീറ്റിംഗ് സംഘടിപ്പിക്കണം എന്നുണ്ടെങ്കിലും എങ്ങനെ കുറഞ്ഞാലും ഒരു 10,000 രൂപ നമ്മുടെ വേണം, അല്ലേ? അപ്പൊ ഈ ജന്തർ മന്ദറിൽ 35 ദിവസം ഈ സമരം സംഘടിപ്പിക്കണമെങ്കിൽ എവിടുന്നാ ഈ ഫണ്ട് വന്നിരിക്കുന്നത്? നമ്മൾ പറയുമ്പോ പറയാം, നമുക്ക് പറയുമ്പോ പറയാം, എന്താ എല്ലാ ഫുഡ് സപ്ലൈ ചെയ്യുന്ന എല്ലാ ആപ്പുകളും അല്ലെങ്കിൽ ചില വ്യക്തികള്, സംഘടനകളെല്ലാം ഞങ്ങൾക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് തരികയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ റിയാലിറ്റി അല്ല. ഇപ്പൊ അവര് പറയുന്ന പോലെ 50,000 പേരാണ് അവിടെ പങ്കെടുക്കുന്ന. ഈ 50,000 പേർക്ക് 3 നേരത്തെ ആഹാരത്തിനുള്ള സൗകര്യം വേണ്ടേ? കിടക്കാനുള്ള സൗകര്യങ്ങൾ വേണ്ടേ? മറ്റടിസ്ഥാന കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ വേണ്ടേ? ഇതൊക്കെ എവിടുന്ന് പണം വരുന്നു? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കൺവെർഷൻ നടക്കുന്ന സംസ്ഥാനം പഞ്ചാബിലേക്ക് ആണ് എന്നൊരു സൂചനയാണ് ഇപ്പൊ കേന്ദ്ര ഏജൻസികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അവിടെ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് ഏതാണ്ട് BJPയുടെ സമ്പൂർണ്ണ ഇതിലേക്ക് വന്നതും അവര് നിയമം പാസ്സാക്കിയ ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശാന്തമായിട്ടുണ്ട്. പിന്നീടാണ് ജാർഖണ്ഡിലേക്ക് വന്നത്. ജാർഖണ്ഡിലെ ഈ പറഞ്ഞതുപോലെയായിരുന്നു, നക്സൽ ബാധിത പ്രദേശങ്ങളിൽ നമ്മുടെ സൈന്യത്തിന് പോലും കടന്നു ചെല്ലാൻ വയ്യാത്ത പ്രദേശങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന മതപരിവർത്തനവാദികൾ ഇരച്ചു കയറിയിട്ടുണ്ടായിരുന്നു. അവർക്ക് നക്സലുമായിട്ട് നല്ല ഗ്രൂപ്പുകളുമായിട്ട് നല്ല ബന്ധങ്ങളായിരുന്നു. നമ്മൾ പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷേ നക്സലിസം ഛത്തീസ്ഗഡിൽ നിന്ന് ജാർഖണ്ഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടുകൂടി, ഛത്തീസ്ഗഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടുകൂടി ഇവർക്ക് അവിടെ ക്ലച്ച് പോയി. ഇവർക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. അപ്പോഴാണ് അടുത്ത താവളമായ പഞ്ചാബിലേക്കും തമിഴ്നാട്ടിലേക്കും മാറിയിരിക്കുന്നതാണ്. അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. വളരെ തമിഴ്നാടിന്റെ കോസ്റ്റൽ ഏരിയയിലൊക്കെ കണ്ടില്ലേ? കോസ്റ്റൽ ഏരിയയിലൊക്കെ ഈ വിജയുടെ വിജയത്തിന് ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകൾ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നത് തന്നെയല്ല, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സ്റ്റാർ തെരഞ്ഞെടുപ്പിന്റെ ശില്പി എന്ന് പറയുന്നത് ജോൺ ആരോഗ്യസ്വാമിയെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തതൊക്കെ ചെയ്തതാണ്. പക്ഷെ പഞ്ചാബ് ഇവർ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇതൊരു വലിയ ഫണ്ടിങ് സോഴ്സ് ആയിട്ട് പഞ്ചാബിനെ അവർ മാറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് പോലും ഇവിടെ ദുർബലമായി പോകുന്നത്. തെരഞ്ഞെടുപ്പ് പൈസ ഇല്ലാതെ അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ലാപ്പിന്റെ ധാരാളം പൈസയും വരുന്നുണ്ട്. ഇത് എവിടുന്ന് വന്നു? ഡൽഹിയിലെ സ്ഥിതിയിൽ നമ്മൾ മദ്യ കേസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞപ്പോ ആന്ധ്രയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന അന്നത്തെ ആ മദ്യ അഴിമതി നമുക്ക് പറയാം, ഒരുപക്ഷെ അതിനു വേണ്ടി എടുത്തതാകാം. അതല്ലെങ്കിൽ അവിടെ നിന്ന് അവർ ഗുജറാത്തിലേക്ക് അവരുടെ ശക്തി വ്യാപിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു. ആ സമയത്ത് ഒരു പക്ഷെ ഇത് പൈസ ഇല്ലാതെ ആരെങ്കിലും കിട്ടുമോ പ്രേം ഇന്നത്തെ കാലത്ത്? ഏതെങ്കിലും ആളെ ഇത്തരം കാര്യങ്ങളിൽ അത് നിസ്സാര പൈസയാണോ? നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ 25 ലക്ഷം 30 ലക്ഷം എന്നൊക്കെ പറയുമെങ്കിൽ എത്ര കോടികൾ മുടക്കണമെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഈ പഞ്ചാബിൽ എവിടുന്ന് ഈ പണം വന്ന് വീഴുന്നു, ആപ്പിന് എവിടുന്ന് ഈ പണം വന്ന് വീഴുന്നു, അതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആപ്പിനാണ് അവിടെ പ്രസക്തി. ഈ ഭഗവത് മാനിനെ കൊണ്ട് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ എത്ര കാരണം BJPന്റെ എല്ലാ കളങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെ ഈ രാഘവ് ചദ്ദയെ അടക്കം ഒരു പക്ഷേ മുന്നേ നിർത്താം. ഇപ്പൊ ഇന്നലെ തന്നെ മറ്റൊരു കേന്ദ്രമന്ത്രി ബിട്ടുവിനെ രാജിവെപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പഞ്ചാബിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. രാജ്യസഭയുടെ കാലാവധി തീർന്നെങ്കിലും പഞ്ചാബിൽ പോകാൻ പോവാണ്. അപ്പൊ അങ്ങനെ ചില സിഖ് മുഖങ്ങളെ അവതരിപ്പിക്കുകയാണ് അവരവിടെ. സിഖ് മുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് പരമാവധി നോക്കുകയാണ്. പ്രധാനമന്ത്രി തന്നെ ഒരു വിസിറ്റ് കഴിഞ്ഞ് ഇനിയും വരുന്നുണ്ടെന്നാ പറഞ്ഞു. അടുത്ത മാസം തന്നെ വീണ്ടും 2 വിസിറ്റ് വരുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഇയാൾക്ക് ഈ CJP നേതാവിന് ഒരു പക്ഷെങ്കിലും അതെ അവിടെ ഒരു അഭിജിത്തിന് അവിടെ ഒരു സാധ്യത വരുന്നുണ്ട്. അഭിജിത്തിനെ പ്രൊജക്ട് ചെയ്യാം. കാരണം അതൊരു മൂവ്മെന്റ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
കുട്ടികൾക്കിടയിലുള്ള ഈ സ്വാധീനത്തെ ഇദ്ദേഹത്തെ ഒരു ബ്രാൻഡാക്കി എടുക്കാനായിട്ട് ഉള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് 2-3 ദിവസം തന്നെ ചില മാധ്യമങ്ങളിലെ ചില രാഷ്ട്രീയ നിരീക്ഷകന്മാരില് ചില ഇൻസൈറ്റിൽ അത് വരുന്നുണ്ട്, ചില ചർച്ചകളിൽ വരുന്നുണ്ട്. കാരണം എന്തായാലും മാനിനെ മാറ്റേണ്ടി വരും, കാരണം ആ സമുദായത്തിന്റെ ഇത് വന്നതുകൊണ്ട്. പിന്നെ ആരാ അവിടെ ഉള്ളത്? അതാണ് അതിന്റെ പ്രശ്നമായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പൊ പ്രൊജക്ട് ചെയ്തില്ലെങ്കിലും ഒരു വലിയ സാധ്യത തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നയിക്കുക, പണ്ട് കേരളത്തിലുണ്ടായതുപോലെ VS-നെ മുന്നിൽ നിർത്തി പ്രചരണം നയിച്ച ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്ന് പറഞ്ഞതുപോലെ ഉള്ള എന്തെങ്കിലും ഒരു മുൻനിരയിൽ നിർത്താൻ അഭിജിത്തിനെ അവർ കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചന. അതിനൊരു ട്രയലാണ്, അതിന്റെ ഒരു പരീക്ഷണമാണ് ഇവിടെ നടന്നത്. ഒരു പക്ഷെങ്കിൽ തമിഴ്നാട്ടിൽ വിജയി അധികാരത്തിലെത്തിയതുപോലെ ഇത്തരം ഗ്രൂപ്പുകൾ അവിടെ വളരെ സജീവമാണ്. വിജയുടെ പാർട്ടി തന്നെയായിരുന്നല്ലോ, നമുക്കറിയാവുന്നതുപോലെ അതൊരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടി ആയിട്ടില്ലല്ലോ. തമിഴ് വെട്രി കഴക ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി നമുക്ക് പറയാമെന്ന് വെച്ചാൽ വലിയ അവന്റെ തത്വശാസ്ത്രം എന്താണ്, അല്ലെങ്കിൽ അവരുടെ സംഘടനാ സംവിധാനങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു യൂണിഫോമിറ്റി വന്നിട്ടില്ല അതിന്റെ കാര്യങ്ങളിൽ. എന്ന് പറഞ്ഞതുപോലെയാണ് CJP. ഒരു പക്ഷേ CJPയെ ഒരു രാഷ്ട്രീയ പാർട്ടി ആക്കിക്കൊണ്ട് ചേർത്ത് ആപ്പിനോടൊപ്പം തന്നെ ചേർക്കാം, അതിനെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിൽ കൊണ്ടുവരാം. അത് കൊണ്ടുവരുന്നതിന് പ്രയാസമില്ല. ഇന്ത്യ ക്ലീൻ ആക്കുകയാണല്ലോ. ഇപ്പൊ അവര് പറയുന്ന പ്രകാരമാണെങ്കിൽ നരേന്ദ്രമോദിയെ മുട്ടുകുത്തിച്ച ആളാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇപ്പൊ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന 56 ഇഞ്ചുകാരനെ ഇതാ ഞങ്ങൾ വീഴ്ത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു നിസാര പയ്യൻ വീഴ്ത്തി എന്നാണ് പറയുന്നത്. ഒരു ചിന്ന പയ്യനാണ് ഇദ്ദേഹത്തെ വീഴ്ത്തി എന്നാണ് പറയുന്നത്. നമ്മുടെ മറ്റേ പാർട്ടിക്കാരൊക്കെ എങ്ങനെ അവകാശപ്പെടുന്നത്, ഞാൻ മൂർഖനമ്മാവനും കൂടി ഒരാളെ അവർക്ക് കടിച്ചു കൊന്നു എന്നൊക്കെ ചില കുളവം പറയുന്നത് പോലെയുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ അവർ പറഞ്ഞു തീർത്തോട്ടെ, കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തീർത്തോട്ടെ എന്നോട് നമുക്ക് ആശ്വസിക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അഭിജിത്തിനൊരു വലിയ റോളുണ്ട്, പഞ്ചാബിൽ റോളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടെ നമ്മൾ ഇതിന് മുമ്പിൽ കാണണമെന്ന് പറഞ്ഞത്, ഈ സമരത്തിന് അതിനൊരു കളമൊരുക്കുകയായിരുന്നു, ജന്തർ മന്ദറിലെ പ്രശ്നങ്ങൾ അതിനൊരു കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതുമാണ് സംശയം. ശരി സാർ, നന്ദി.